AI ഇംപാക്ട് ഉച്ചകോടി വേദിയിലെ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഉദയഭാനു ചിബിനെ കസ്റ്റഡിയിൽ വിട്ടു. പട്യാല ഹൌസ് കോടതിക്ക് മുന്നിലെ റോഡിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. വിനീത, ഗുഡ് ആഫ്റ്റർനൂൺ. പ്രതിഷേധത്തിന് അറുതിയാകുന്നില്ല. ഇപ്പോൾ ഈ ഒരു കസ്റ്റഡിയിൽ വിട്ടതിൽ പ്രതിഷേധമാണല്ലോ, അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ഞാനിപ്പോൾ നിൽക്കുന്നത് പട്യാല ഹൌസ് കോടതിക്ക് മുൻപിലാണ്. അല്പസമയം മുൻപാണ് ഇവിടെ വലിയ പ്രതിഷേധം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. NSU ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ പ്രതിഷേധവുമായി ഇവിടെ രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ NSUയുടെ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. देखिए, हम यही कहेंगे कि ये लोकतांत्रिक है. हमारे यूथ कांग्रेस के साथी जो हैं अपनी बात को रख रहे थे. जिस तरीके से देश में आज हम बात करते हैं रोजगार की, तो बिल्कुल हम इसकी जो है निंदा करते हैं. हम इसके खिलाफ मजबूती से NSUI और यूथ कांग्रेस मिलकर लड़ाई लड़ेगी. आज जिस तरीके से हमारे नेताओं की गिरफ्तारी हो रही है, बिल्कुल अलोकतांत्रिक है. बिल्कुल NSUI पूरा समर्थन करती है, उनके साथ में खड़े रहेगी. എല്ലാ പിന്തുണയും ഉദയഭാനു ചിബിന് നൽകുന്നു എന്നാണ് അവർ പറഞ്ഞത്. വലിയ പ്രതിഷേധമായിരുന്നു അല്പസമയം മുൻപ് നമുക്ക് ഈ പട്യാല ഹൌസ് കോടതിക്ക് മുൻപിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നാലെ പോലീസ് എത്തി ഈ റോഡിൽ നിന്ന് പ്രവർത്തകർ മാറി നിൽക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ കോടതി പരിസരത്തും സമാനമായി ഈ പോലീസും ഒപ്പം തന്നെ ഈ പ്രവർത്തകരും തമ്മിൽ ചെറിയ വാക്കൈറ്റം ഒക്കെ ഉണ്ടായത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് പ്രവർത്തകരെ കോടതിയിൽ നിന്ന് കോടതി പരിസരത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും പിന്നാലെ ഇവർ ഈ പുറത്തേക്ക് വന്ന, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോടതി പരിസരത്തിന് പുറത്തേക്ക് വന്ന റോഡിൽ അവർ പ്രതിഷേധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ പോലീസും ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ പ്രതിഷേധത്തെ തുടർന്ന് കോടതിക്ക് പുറത്ത് ഒരുക്കിയിരിക്കുകയാണ്. 7 ദിവസത്തെ കസ്റ്റഡി വേണമെന്നായിരുന്നു പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ 4 ദിവസത്തേക്കാണ് ഉദയഭാനു ചിബിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ കസ്റ്റഡി അപേക്ഷയെ ഉദയഭാനു ചിബിന്റെ അഭിഭാഷകൻ ശക്തമായി തന്നെ എതിർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഉദയഭാനു ചിബ് വളരെ പൂർണ്ണമായി തന്നെ സഹകരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും ഏതാണ്ട് 20 മണിക്കൂറോളം ഉദയഭാനു ചിബിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 4 ദിവസത്തേക്കാണ് കോടതി ഇപ്പോൾ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ തെളിവുകൾ ശേഖരിക്കുക അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചിന് മാറിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ ഈ അറസ്റ്റിനെ വിമർശനവുമായി കോൺഗ്രസ് പ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം അറസ്റ്റിനെ വിമർശിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അറസ്റ്റ് സമാധാനപരമായിരുന്നുവെന്നും ഒപ്പം തന്നെ ഈ പ്രതിഷേധം സമാധാനപരമായിരുന്നുവെന്നും ഈ പ്രതിഷേധിച്ച നേതാക്കൾക്കൊപ്പം എല്ലാ പിന്തുണയും താൻ നൽകുന്നുവെന്നുമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഈ അറസ്റ്റിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ആദ്യ പ്രതിഷേധമാണ് നമുക്ക് അല്പസമയം മുൻപ് ഈ കോടതി പരിസരത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.